മെറിറ്റ് ഡേ ആൻഡ് അച്ചീവ്മെന്റ് എക്സിബിഷൻ സംഘടിപ്പിച്ച് ആറ്റിങ്ങൽ കരാട്ടെ ടീം സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയ താരങ്ങൾക്കും പരിശീലകർക്കും ക്യാഷ് പ്രൈസും യാത്രാ ബത്തയും വിതരണം ചെയ്തു. ആറ്റിങ്ങൽ കരാട്ടെ ടീം സംഘടിപ്പിച്ച മെറിറ്റ് ഡേ 2026 ആറ്റിങ്ങൽ വലിയകുന്ന് ശ്രീപാദം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. സ്പോർട്സ് കൗൺസിൽ അംഗീകൃത സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിലും സ്കൂൾ ഗെയിംസ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും നേട്ടം കൈവരിച്ച താരങ്ങളെ ആദരിക്കുന്നതിനായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ആറ്റിങ്ങൽ കരാട്ടെ ടീം താരങ്ങൾ കരാട്ടെ ജീവിതത്തിൽ നേടിയ മെഡലുകളും ട്രോഫികളും ഉൾപ്പെടുത്തിയ നേട്ടങ്ങളുടെ പ്രദർശനവും നടന്നു. ആറ്റിങ്ങൽ കരാട്ടെ ടീം ഫൗണ്ടറും മുഖ്യ പരിശീലകനുമായ വി സമ്പത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഡി ലാലു സ്വാഗതം ആശംസിച്ചു. ആറ്റിങ്ങൽ MLA OS അംബിക പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഒട്ടേറെ നൂലാമാലകൾ ഉണ്ടായിരുന്ന ഒരു കരോട്ടയുടെ ലാലുവിന് സമ്പസാറിനും അറിയാം. അതിനൊക്കെ മാറ്റി ആ പ്രതിസന്ധി കടന്നുകൊണ്ട് നമുക്ക് ആ പ്രതിസന്ധി മറികടന്ന് നമുക്ക് നേരിടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ചില കടമ്പകൾ നമ്മൾ കടക്കേണ്ടതുണ്ട്. തീർച്ചയായും ആ കടമ്പകൾ കൂടി കടന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ തലങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ പ്രൈസ് കൂട്ടിയ എന്റെ മക്കളെ അഭിനന്ദിക്കുന്നു. ഇനിയും ഒരുപാട് പ്രൈസുകൾ വാരിക്കൂട്ടട്ടെ. സമ്പസാറിന്റെ കരാട്ടെ സ്കൂള് രാജ്യമെമ്പാടും അറിയപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ എന്റെ മക്കളെയും പ്രിയമുള്ള രക്ഷിതാക്കളെയും ഇവിടെ വന്നിരിക്കുന്ന എന്റെ പ്രമുഖ വ്യക്തിത്വങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഈ ക്യാഷ് പ്രൈസ് സെറമണിന്റെ അവാർഡിന്റെ ആ സെറമണി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. കരാട്ടെ താരങ്ങളും അസോസിയേഷനും നേരിടുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരത്തെക്കുറിച്ചും കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇടപെടലും ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ വ്യക്തമാക്കി. തീർച്ചയായിട്ടും ഇത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാ കാലത്തും ഒളിമ്പിക് അസോസിയേഷന്റെയും സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ്റെയും കൂടെ നിന്നുകൊണ്ട് വളരെ അച്ചടക്കത്തോടു കൂടി ഞങ്ങൾ പറയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കായിക സംഘടനയാണ്. നമ്മുടെ സംസ്ഥാനത്തുള്ള സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മെൻ ആൻഡ് വിമൻ കാറ്റഗറിയിൽ നമ്മുടെ കുട്ടികൾക്ക് ഇന്ത്യയിൽ മികച്ച അംഗീകാരം കിട്ടുകയും അതുവഴി ഇന്ത്യയുടെ കേരളത്തിലുമുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് അർഹത നേടുന്നതിനും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും നാഷണൽ അടിസ്ഥാനത്തിലും യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടുന്നതിനും കഴിയും. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക സംഘടനയായി മാറാൻ പോകുന്ന ഒരു സംഘടനയാണ് കരാട്ടെ. ആറ്റിങ്ങൽ DYSP G സന്തോഷ് കുമാർ, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അൻസർ പെരുങ്കുളം, ആറ്റിങ്ങൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A സുരേഷ് കുമാർ, കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് M സുരാജ്, ആറ്റിങ്ങൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് A റസൂൽ ഷാൻ, SNUPS തേവലക്കാട് മാനേജർ തോട്ടക്കാട് ശശി, ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് U സലീം ഷാ, അന്താരാഷ്ട്ര വെറ്ററൻ ബാഡ്മിന്റൺ താരം ലാൽമണി എന്നിവർ അനുമോദന പ്രസംഗങ്ങൾ നടത്തി. ഈ സീസണിലെ സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ആറ്റിങ്ങൽ കരാട്ടെ ടീമിലെ 37 താരങ്ങൾ ചേർന്ന് 21 സ്വർണം, 12 വെള്ളി, 17 വെങ്കലം എന്നിങ്ങനെ ആകെ 50 സംസ്ഥാന മെഡലുകൾ നേടിയിരുന്നു. ഈ നേട്ടത്തിനാണ് താരങ്ങൾക്ക് ക്യാഷ് അവാർഡുകൾ നൽകിയത്. കൂടാതെ ഈ വർഷം സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ആറ്റിങ്ങൽ കരാട്ടെ ടീമിൽ നിന്ന് പങ്കെടുത്ത 78 താരങ്ങൾക്ക് യാത്രാ ബത്തയും പരിശീലകർക്ക് താമസ ചെലവും ചടങ്ങിൽ വിതരണം ചെയ്തു. സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശാരീരിക പരിമിതി നേരിടുന്ന കരുനാഗപ്പള്ളി സ്വദേശി കരാട്ടെ താരം അമേറാമിനെ ചടങ്ങിൽ പ്രത്യേകമായി ആദരിച്ചു. പരിശീലകൻ നിതീഷിനും ക്യാഷ് അവാർഡും പൊന്നാടയും നൽകി. WKF റഫറി അക്മർ ഇസ്മയിൽ സെൻസിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ അനുമോദനവും ക്യാഷ് അവാർഡും നൽകിയത്. ഇതിനുള്ള സാമ്പത്തിക സഹായവും അദ്ദേഹം തന്നെയാണ് നൽകിയതെന്ന് സംഘാടകർ അറിയിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാറും MLA OS അംബികയും അമേറാമിനെ പരിശീലകനെയും പ്രത്യേകം അഭിനന്ദിച്ചു. ദേശീയ തലത്തിൽ മെഡൽ നേടുന്ന ആറ്റിങ്ങൽ കരാട്ടെ ടീം താരങ്ങൾക്ക് ഇതിലും മികച്ച ക്യാഷ് അവാർഡ് നൽകുമെന്ന് മുഖ്യ പരിശീലകൻ വി സമ്പത്ത് അറിയിച്ചു.
ആറ്റിങ്ങൽ കരാട്ടെ ടീം സെക്രട്ടറി ഇൻചാർജ് അമൽ അശോക് കൃതജ്ഞത രേഖപ്പെടുത്തി. ആറ്റിങ്ങൽ കരാട്ടെ ടീം ഭരണസമിതി അംഗങ്ങളായ സുധീർ SA, അഡ്വക്കേറ്റ് അനർഘ P, സൂരജ് S, അമൽ അശോക്, വിഷ്ണു B, അഖിൽ M, സൂരജ് S, മഹീൻ, സ്വാതി കൃഷ്ണൻ, ലാലു T, അഡ്വക്കേറ്റ് ലിഷ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി.